സ്നാക്സ് ബോക്സിലല്ല, ഇത് വെച്ചിട്ട് ഒരു അടിപൊളി സ്നാക്സ് ഉണ്ടാക്കാൻ പോവാണ്. ആ അതെന്താണ്? ഉരുളക്കിഴങ്ങ്. അപ്പൊ ഇത് നമുക്ക് കഴുകിയിട്ട് കുക്കറിലിട്ടിട്ട് വേവിക്കാം. കുക്കർ എടുക്കട്ടെ. ആ ഇവിടെ വയ്ക്കാം. അപ്പൊ വേവിക്കാം കേട്ടോ. ഇനി കുറച്ച് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചു. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം അല്ലേ? കുറച്ച് മതിയേ. ഇത്രയും. ഇനി നമുക്കിത് വേവിക്കാം. നമ്മള് ഒരു സവാള എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുഞ്ഞു കുഞ്ഞതായിട്ട് അരിഞ്ഞിട്ട് മാറ്റി വെക്കാം. നമ്മുടെ നല്ല പോലെ സവാള കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുഞ്ഞു കുഞ്ഞതായിട്ട് കണ്ണെരിയുന്നുണ്ടോ? ഇല്ല. കണ്ണെന്ന് വെള്ളം വരുന്നുണ്ടോ? ഇല്ല അല്ലേ? എരിയുന്നുണ്ടോ? ബ്രെഡ്, ഒരു ചെറിയ കഷ്ണം ബ്രെഡ് നമുക്ക് പൊടിക്കാം അല്ലേ? ഒരു ചെറിയ പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ബ്രെഡ് നമ്മള് പൊടിച്ചു വെച്ചു. നമ്മൾ എന്തുണ്ടാക്കാനാ പോന്നേ? ഉള്ളിയോ? ബ്രെഡ് ഉണ്ട്, ഉള്ളിയുണ്ട്, ഉരുളക്കിഴങ്ങുണ്ട് അല്ലേ? ഇതൊക്കെ വെച്ചിട്ട് എന്താ ചെയ്യാ? മറ്റേതോ? നമ്മുടെ ഉരുളക്കിഴങ്ങ് നല്ല പോലെ വേവായി വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ തൊലിയൊക്കെ ഞാൻ പൊളിച്ച് കളയുന്നുണ്ട്. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാനൊന്ന് ചൂട് പോകാനായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ കൈ വെച്ച് തന്നെ നല്ല പോലെ ഉടച്ചെടുക്കാം. ഒരു കട്ട പോലെ ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം കേട്ടോ. സവാളയും മല്ലിയിലയും കറിവേപ്പിലയിലയും കൂടെ ചേർത്തിട്ടുണ്ട്. നമ്മൾ കുറച്ചായിട്ട് നമ്മുടെ ബ്രെഡിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ട് കുഴച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും പിന്നെ നമ്മുടെ ഗരം മസാല പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അതും കൂടെ ചേർത്ത് കുറച്ചുകൂടെ വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. പിന്നെ എരിവിന് നമ്മൾ മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. കുറച്ച് മുളക് പൊടി മതി കേട്ടോ. നമുക്ക് എരിയോ ഇല്ല അല്ലേ? അപ്പൊ ഇച്ചിരി ഇട്ടാ മതി അല്ലേ? എന്നാലും എരിയൂല. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാവേ. കുറച്ച് വെള്ളം. എന്നിട്ട് ഇനി എന്താ ചെയ്യാ? നന്നായിട്ട് കടലയൊന്നും വേണ്ടതാ. ഇതുപോലെ നന്നായിട്ട് കുഴക്കാം. എങ്ങനെയാ കുഴക്കണ്ടേ? അതുപോലെ അല്ലേ? വലിയ ഷേപ്പായോ? നമുക്ക് ആദ്യം കുറച്ച് കുഞ്ഞു ഉരുളിയാക്കാം. എന്നിട്ട് ഈ കയ്യിൽ കൂടെ വെച്ചിട്ട് നമുക്കിത് മെല്ലനെ ഇങ്ങനെ ഫസ്റ്റ് ഇട്ടത് ആയി, റെഡിയായി. ഇത് പ്ലേറ്റിലേക്ക് വെക്കാം. കുഞ്ഞിൻ്റെ ഉറക്കം പോയോ? പോയില്ല. കുറച്ചു നേരം കൂടെ ഉറങ്ങുന്നോ? അച്ഛൻ തോളിലിട്ടതാ? ആണോ? ഇപ്പൊ ഉറക്കം പോകുന്നില്ലേ? എന്നാ കുറച്ച് ഇത് നോക്കിക്കേ. ഇതിപ്പോ എത്ര എണ്ണമായി? ഇഷ്ടായോ? ഇത് കഴിക്കോ?
ആ കുറച്ച് കഴിച്ചാൽ മതി അല്ലേ? കയ്യിന്ന് താഴെ വീണ് പോയി. ഉറക്കത്തിലായി പോയോ? എങ്ങനെ അങ്ങനെയാവുന്നോ? എങ്ങനെയാവുന്ന? ഉറക്കം വന്നിട്ട് TV കണ്ടാല് കണ്ണന് എന്താകും? ആ TV കണ്ടാ കണ്ണിന് ചീത്തയാവും. അപ്പൊ കൊറേ നേരം TV കാണരുത് കേട്ടോ. കുറച്ച് കണ്ടാ മതിയേ. ആ നല്ല മൂടാണല്ലോ. ഇതൊക്കെ അറിയാല്ലേ? ഇത് ഉണ്ടാക്കട്ടെ പറ. അങ്ങനെ നമ്മളെല്ലാം ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതൊന്ന് ഇട്ട് കൊടുക്കാം. കാണിച്ചു തരാം. കുറച്ച് കൊടുക്കാം കേട്ടോ. ആ പൊട്ടുന്ന പാത്രത്തിൽ വെക്കാം. താഴെ വീണാലേ പൊട്ടുള്ളൂ കേട്ടോ. താഴെ ഇടരുതേ. ഇടുവോ? നമ്മളൊരു സൈഡായി മറ്റേ സൈഡ് കൂടെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് എടുത്ത് കോരി വെക്കാം. നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇഷ്ടായി അത്? ഇനി കഴിക്കാം.